ഹലോ, അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഒരു മടി പിടിച്ച ദിവസത്തിലേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 11-12 മണിയൊക്കെ ആയിട്ടുണ്ടാകും കേട്ടോ. പക്ഷേ എനിക്ക് രാവിലെ തന്നെ മൈഗ്രെയിൻ്റെ ഭയങ്കര ഒരു തലവേദനയായിരുന്നു. പിന്നെ മരുന്നൊക്കെ കഴിച്ച് സെറ്റായി കഴിഞ്ഞപ്പോൾ നമ്മൾ പണികൾ ഓരോന്നായിട്ട് തുടങ്ങുവാണ്. ഇഷ്ടം പോലെ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. പക്ഷേ വീട്ടിലെ പണിയും നമ്മുടെ അല്ലൂസിൻ്റെ പുറകെയുള്ള ഓട്ടോ ഒക്കെ കാരണം കറക്റ്റായിട്ട് സ്റ്റിച്ചിങ് ഒന്നും നടക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതേ രാവിലെ തന്നെ തുണികൾ തലേ ദിവസത്തെ മടക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ ഒരു സ്റ്റിച്ചിങ് ഏരിയ എപ്പോഴും അലമ്പായിട്ടാണ് കിടക്കാറ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണ്. തലേ ദിവസം തയ്ച്ചതാണ്. അപ്പോൾ ആ ഒരു തയ്ക്കുന്ന ദിവസം ബാക്കി പണികൾ കുറച്ചൊക്കെ പെൻഡിങ് ആയിട്ട് ഇടേണ്ടി വരും. കാരണം അല്ലൂസിൻ്റെ പുറകുള്ള ഓട്ടം നമ്മൾ തയ്ക്കും, അതിൻ്റെ ഇടയ്ക്ക് അവൻ വിളിക്കും, അല്ലെങ്കിൽ അവൻ ഫുഡ് കൊടുക്കണ സമയമാവും, അല്ലെങ്കിൽ കിടത്തി ഉറക്കണ സമയമാവും. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഒന്നും കറക്റ്റായിട്ട് നടക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതേ ഞാൻ അവന് ഈ ഒരു കഷ്ണം മാങ്ങ ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ അവൻ അത് കഴിച്ചിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നോളും. അപ്പോൾ ആ സമയത്തിന് എൻ്റെ പണികളൊക്കെ ഇങ്ങനെ നടക്കും. ഇടയ്ക്കിടയ്ക്ക് വയറിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ചെക്കൻ അലമ്പായിരിക്കും. അപ്പോൾ അത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുക്കുവാണ്. അവൻ എനിക്ക് കറക്റ്റായിട്ട് ഇതേ ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ മരുന്ന് തരും കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമായി ഇതുപോലെ ടാബ്ലറ്റൊക്കെ വായിൽ വെച്ച് തന്നത്. അപ്പോൾ ഗുളാളകൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ പറയുക. അപ്പോൾ അങ്ങനെ പറഞ്ഞ് എനിക്ക് വെള്ളമൊക്കെ തന്ന് ലാസ്റ്റ് ആ കപ്പിലിരുന്ന വെള്ളം അവൻ തന്നെ എടുത്ത് കുടിച്ചു കേട്ടോ. അപ്പം അങ്ങനെ ഒതുക്കലും പിറക്കലൊക്കെയാണ്. സ്റ്റിച്ചിങ് അത് കാരണം കാര്യമായിട്ടൊന്നും നടക്കുന്നുണ്ടായില്ല. പിന്നെ കുറച്ച് അലക്കാനുണ്ടായിരുന്നു, അതൊക്കെ അലക്കി. പിന്നെ ഇനി അടിക്കൽ തുടയ്ക്കലൊക്കെയാണ് ഇനിയത്തെ പണി. നമ്മുടെ വീട്ടിൽ നമ്മൾ ഞാനും ചേട്ടനും കൊച്ചും പിന്നെ ചേച്ചിയും ചേച്ചിയുടെ പിള്ളേരും ഇത്ര പേരായിട്ടുള്ളത്. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ചേച്ചിയും പിള്ളേരും ചിറ്റയുടെ വീട്ടിൽ നിൽക്കാനായിട്ട് പോയേക്കാണ്. അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലൂസ് സാധാരണ ഷോക്ക് അടിച്ചിരിക്കുകയാണ്. ചേട്ടനും ചേച്ചിയൊക്കെ ഉണ്ടെങ്കിൽ അല്ലൂസ് അവരുടെ പുറകെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കാളും ഒരു 4 മണി 5 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ നമുക്ക് സ്റ്റിച്ച് ചെയ്യാമല്ലോ എന്നോർത്ത് ഇങ്ങനെ വരുമായിരുന്നു. അപ്പോഴാണ് കുറേ നാളായിട്ട് അലമാരിയിലിരുന്ന ഈ ഒരു ടോപ്പ് ഞാൻ സ്ലീവൊക്കെ അഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നെക്ക് കുറച്ചൊന്ന് വൈഡാക്കാം എന്ന് വിചാരിച്ച് എടുത്ത് മാറ്റി വെച്ചതാണ്. ഇതിപ്പോൾ തന്നെ തയ്ക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മളിതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് അലമാരയിൽ വെച്ചിട്ട് 1 കൊല്ലത്തോളമായിന്ന്. ഇനിയും അതങ്ങനെ ഇരിപ്പേ ഉണ്ടാകുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു കൈയോടെ തന്നെ ഇതങ്ങോട്ട് പിടിപ്പിക്കാം, സ്ലീവും റെഡിയാക്കാം, നെക്കും റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് അയൺ ചെയ്തെടുക്കുകയാണ്. 1 കൊല്ലത്തോളം അലമാരയിലിരുന്ന സാധനമാണല്ലോ. സംഗതി ഏതൊരു ഡ്രസ്സും ഇതുപോലെ ചുരുണ്ട് കൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക ഒരു മടി വരും, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ തേച്ച് നന്നായിട്ട് അയൺ ചെയ്തൊക്കെ വരുമ്പോൾ നല്ല സ്റ്റിച്ച് ചെയ്യാനും നമുക്കൊരു പ്രത്യേക ഒരു മൂഡായിരിക്കും. അപ്പോൾ അങ്ങനെ അയൺ ചെയ്യാണ്. നമ്മുടെ ഈ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ സ്കിപ്പായി പോയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് കഴിച്ചതാണെങ്കിലും അങ്ങനെ കുറേ കാര്യങ്ങൾ സ്കിപ്പായിട്ടുണ്ട്. നമുക്കത് ശീലമില്ലല്ലോ, ഇങ്ങനെ വീഡിയോ വ്ളോഗൊന്നും എടുത്ത് ശീലമില്ലാത്തതുകൊണ്ട് ഒരു കറക്റ്റ് ഓർഡറിൽ അങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ ഇനി പോകെ സെറ്റാക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ സ്റ്റിച്ചിങ് വീഡിയോസ് എന്തോ എനിക്ക് അങ്ങോട്ട് സെറ്റാവുന്നില്ല. ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ സ്പീഡിൽ ചടപടേന്ന് സ്റ്റിച്ച് ചെയ്യും. എക്സ്പ്ലനേഷൻ ചെയ്ത് എങ്ങനെയാണ് നിങ്ങൾക്കത് മനസ്സിലാക്കി എടുക്കുകയെന്ന് എനിക്കറിയില്ല. ഞാൻ പിന്നെ കാണുമ്പോൾ എനിക്ക് തന്നെ അതൊരു കൺഫ്യൂഷൻ പോലെ. അതാണ് കേട്ടോ നമ്മൾ ലോങ് വീഡിയോസ് സ്റ്റിച്ചിങ്ങിൻ്റെ ഇടാത്ത. ഒത്തിരി പേര് കമൻസിൽ ചോദിക്കുന്നുണ്ട് ലോങ് വീഡിയോ ഇടോന്ന്. പക്ഷേ എനിക്കത് എക്സ്പ്ലനേഷൻ ചെയ്ത് തരാൻ അല്ലെങ്കിൽ ഒരാളും കൂടി ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടായിരുന്നു എങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 5 മണിയൊക്കെ ആയിട്ടോ. അപ്പോഴത്തേക്കും നല്ല ഇടി വെട്ടോടുകൂടി മഴ പെയ്യുന്നുണ്ടായിരുന്നു, കറണ്ടും പോയി. അപ്പോൾ സ്റ്റിച്ചിങ് പരിപാടി അങ്ങനെ സ്റ്റോപ്പായി. നമ്മുടെ ചേട്ടൻ വന്നു, ജോലിയൊക്കെ കഴിഞ്ഞ് ചേട്ടനൊരു 5:15 ആകുമ്പോഴത്തേക്കാളും എത്തും കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു കമ്പനിയിലാണ്, നമ്മുടെ AVA മെഡിമിക്സിലെ അവിടെയാണ് ചേട്ടൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മുറ്റം നിറയെ മാങ്ങ ചാടി കിടക്കുകയാണ്. പക്ഷേ ഈ മാങ്ങ നിറച്ചും പുഴുവാണ് കേട്ടോ. ഇന്നേ വരെ പഴുപ്പിച്ചൊരു കഷ്ണം പോലും ഞങ്ങൾ കഴിച്ചിട്ടില്ല. അങ്ങനെ അപ്പോൾ തലേ ദിവസം വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ അമ്മ കുറച്ച് ബിരിയാണി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതങ്ങോട്ട് ചൂടാക്കി എടുക്കുവാണെങ്കിൽ ചായക്ക് കഴിക്കുന്ന പോലെ അങ്ങോട്ട് കഴിക്കാമല്ലോ എന്ന്. ചേട്ടൻ വേഗം തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വരാം, നനഞ്ഞാണ് ചേട്ടൻ വന്നത് കേട്ടോ. നല്ല മഴയുണ്ടായിരുന്നു, മഴ മൊത്തം നനഞ്ഞാണ് ആൾ വന്നത്. അപ്പോൾ ആൾ കുളിക്കുകയാണ്. അപ്പോഴേക്കും ഇതൊന്ന് ആവി കയറ്റി എടുക്കുവാണെങ്കിൽ ചായയും കട്ടനും ബിരിയാണി നല്ല രസമല്ലേ, കഴിക്കാമെന്ന് ഓർത്തു. അപ്പോൾ അങ്ങനെ റെഡിയാക്കി എടുക്കുവാണ് കേട്ടോ. അല്ലൂസിനെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഉറക്കിയിട്ടുണ്ടായിരുന്നു. അല്ലൂസും കൂടി ഉള്ള കാരണം നമുക്ക് കറക്റ്റായിട്ടൊരു വ്ളോഗ് ഇങ്ങനെ എടുക്കാൻ കുറച്ച് പാടാണ്. പിന്നെ എനിക്ക് അതിൻ്റെ ഒരു നേക്കൊക്കെ അറിഞ്ഞ് വരുന്നേ ഉള്ളൂ എങ്ങനെയാണ് നമ്മളൊരു വ്ളോഗ് എടുക്കുക അല്ലെങ്കിൽ വീഡിയോ എടുക്കുക. അതൊന്നും സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ അങ്ങനെ റെഡിയാക്കുകയാണ്. നമ്മുടെ വീട്ടിൽ കറണ്ട് ഇല്ല കേട്ടോ. ഞാനപ്പോൾ ഒരു എമർജൻസിയൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് ഇതൊക്കെ സെറ്റാക്കി എടുക്കുന്നത്.
പിന്നെന്താ പിന്നെ നമ്മുടെ സ്റ്റിച്ചിങ് നല്ല രീതിയിലൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് എടുക്കണം എന്നൊക്കെ എനിക്കുണ്ട്. പക്ഷേ നമ്മുടെ അല്ലൂസ് ഒരുവിധം ആവാണ്ട് ഒന്നും അങ്ങോട്ട് സെറ്റാവില്ല. അപ്പോൾ ആവി കയറാനായിട്ട് അടുപ്പത്ത് ബിരിയാണി വെച്ചിട്ട് ഞാൻ ചുമ്മാ ഒന്ന് പുറത്തേക്കൊന്ന് നോക്കുകയാണ്. കുറേ നാൾക്ക് ശേഷമാണ് മഴ പെയ്യുന്നത് കേട്ടോ. അതിന് മുമ്പ് വരെ ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ ഒരു വിധം പലപ്പോഴായിട്ടാണ് പൂക്കുക. അപ്പോൾ അത് കാരണം കുറച്ച് മാങ്ങയൊക്കെ ചെറുതും കുറച്ച് മാങ്ങയൊക്കെ വലുതും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ എന്താ, ഓണം ആവാറാകുമ്പോഴത്തേക്കാൾ നമ്മുടെ മുറ്റത്ത് ഒത്തിരി ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. എല്ലാം സെറ്റാകും ആവും. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, ഇത് ബ്ലൈൻഡിൻ്റെയാണ്. ബ്ലൈൻഡ് സ്കൂൾ ഇവിടെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഇത് അവിടെ അത്രയും കാണുന്നതല്ല ബിൽഡിംഗ്, അവിടുന്ന് കുറേ അങ്ങടേക്ക് ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. അവിടെയാണ് നമ്മുടെ വൈക്കം വിജയലക്ഷ്മി ചേച്ചിയൊക്കെ പഠിച്ചതെന്ന് ഹസ്ബൻഡും ചേച്ചിയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ചായയുടെ സംഭവങ്ങളൊക്കെ റെഡിയായി. ചേട്ടൻ കഴിച്ചിട്ട് നമ്മുടെ അല്ലൂസിൻ്റെ ഒപ്പം കുറച്ച് നേരം കിടന്നു കേട്ടോ. അപ്പോഴേക്കും സമയം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അല്ലൂസ് എഴുന്നേറ്റ് പോന്നു. അപ്പം ഞാൻ മീൻ വറക്കാം എന്ന് വിചാരിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇരിക്കാമെന്നല്ല, നമ്മൾ മീൻ വറക്കാൻ വേണ്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കാളും നമ്മുടെ ചേട്ടൻ തുടരും ഫിലിം കാണാൻ പോവുകയാണ്. അപ്പോൾ അത് കാരണം ഞങ്ങളെ രണ്ടുപേരും ഒറ്റയ്ക്കാകുമെന്ന് വിചാരിച്ച് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്ന പരിപാടിയൊക്കെ സത്യം പറഞ്ഞാൽ മറന്നുപോയി. പിന്നെ ദേ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ മേശപ്പുറത്ത് ചായയുടെ കടികളൊക്കെ റെഡിയായിട്ട് ഇരിപ്പുണ്ടായി. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഇതുപോലത്തെ കാഴ്ച കാണുമ്പോൾ മനസ്സിന് എന്തൊരു സന്തോഷമാണ് അല്ലേ. അപ്പോൾ അമ്മ രാവിലെ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ജോലിക്ക് പോയേക്കായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.